പറയുന്നത്. ഇന്നലെയാണ് ക്രിസ്മസ് നവോത്സവ ബമ്പർ അടിച്ചത്. അതേപോലെ കേരളത്തിന് ഇക്കുറി 5 വർഷത്തിനു ശേഷം ജനപ്രിയ പദ്ധതികളുടെ പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. പക്ഷേ നികുതി വരുമാനത്തിൽ വർധനവുണ്ടായി എന്നൊരു ആത്മവിശ്വാസം സർക്കാരിനുണ്ട്. തനത് നികുതി വരുമാനത്തിലും നികുതിയേതര വരുമാനത്തിലും വർധനവുണ്ടാക്കി എന്നൊരു ആത്മവിശ്വാസം ആ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. വളരെ കൂളായി ധനമന്ത്രി ഇപ്പോൾ നിയമസഭയിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പൗർണമി എന്ന അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും നിയമസഭയിലേക്ക് ഇറങ്ങുന്നു. അല്പസമയത്തിനുള്ളിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നിയമസഭയിലേക്ക് എത്തും. അതിനുശേഷം നിയമസഭയിൽ നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. ആദിൽ പാലോടും റാഹിസും നമുക്കൊപ്പമുണ്ട്. ആദിലുണ്ട്. ആദിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ്, പതിവ് പോലെ കുടുംബസമേതമാണോ ധനമന്ത്രി നിയമസഭയിലേക്ക് പുറപ്പെടുന്നത്? സാധാരണ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുമ്പോൾ കെ എൻ ബാലഗോപാൽ ഭാര്യയും കുടുംബത്തെയും ഒക്കെ കൂട്ടാറുണ്ട്. അതെ, കുടുംബമുണ്ട്. അതിൽ കേൾക്കാമെങ്കിൽ റഹീസ്, കുടുംബസമേതമാണല്ലേ ധനമന്ത്രി പതിവ് പോലെ നിയമസഭയിലേക്ക്? ചിട്ടകളൊന്നും തെറ്റിച്ചിട്ടില്ല. ടാബ് എടുത്തിട്ടുണ്ട്. ഈ ടാബിലാണ് നമ്മുടെ ബജറ്റ്. സാധാരണ നിർമ്മല സീതാരാമൻ റെഡ് വെൽവെറ്റിലുള്ള ഒരു ടാബിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ ഒരു ബ്രൗൺ ബാഗിലാണ് ഇത്തവണ. രണ്ടുമുണ്ട്, പ്രിന്റിംഗ് പതിപ്പും ഉണ്ടാവും, അതേപോലെ സോഫ്റ്റ് പതിപ്പുമുണ്ട്, സോഫ്റ്റ് കോപ്പിയുമുണ്ട്. 2 ബജറ്റ് കോപ്പികളും കയ്യിലുണ്ട്. ഇപ്പോൾ ഉള്ളത് ടാബാണ്. ടാബ് എടുക്കുകയാണ്. ടാബിലേക്ക് നമ്മൾ അധികം പോകേണ്ടതില്ല. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് രഹസ്യ വിവരങ്ങൾ പുറത്തു വരുന്നത് ബഡ്ജറ്റിൻ്റെ രഹസ്യാത്മകതയ്ക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് മന്ത്രി അത് മനസ്സിലാക്കി അടച്ചു വെച്ചു. നമ്മുടെയൊക്കെ ക്യാമറ ആ സ്ക്രീനിൽ തന്നെയുണ്ട്, ടാബിലെ സ്ക്രീനിൽ തന്നെയുണ്ട്. മന്ത്രി പുറപ്പെട്ടിരിക്കുന്നു കുടുംബസമേതം. റാഹീസ് ഉണ്ട്. റാഹീസ്, ചിട്ടകളൊന്നും തെറ്റുന്നില്ല. ബജറ്റിലെ ചിട്ടകൾ തെറ്റുമോ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ, അല്ലേ? പതിവ് ചിട്ടകളിലൊന്നും ഒരു മാറ്റവുമില്ല. കുടുംബസമേതമാണ് മന്ത്രി വീട്ടിൽ നിന്ന് പോയത്. സാധാരണഗതിയിൽ മന്ത്രിമാർ ഭക്ഷണം കഴിക്കുന്ന വിഷ്വലും മറ്റും അതുകൊണ്ടാണ് തോന്നുന്നു ആദ്യമേ അദ്ദേഹം നേരെ ഇറങ്ങി വന്ന് മാധ്യമങ്ങളെ കണ്ടു. അതിനുശേഷം ഫുഡ് കഴിക്കുന്നത് ദൃശ്യമാധ്യമങ്ങൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫർമാർ മാത്രം വന്നെടുത്താൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അതിനുശേഷം ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ കണ്ട ഡ്രസ്സൊക്കെ മാറി കുടുംബസമേതം ഇറങ്ങി. ഇനി ഏതാണ്ടൊരു 5-6 മിനിറ്റ് കൊണ്ട് നിയമസഭയ്ക്ക് മുമ്പിലേക്ക് അദ്ദേഹം എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും മറ്റ് തിരക്കുകളൊന്നും ഉണ്ടാവില്ല. നേരെ അദ്ദേഹം പോകും. എന്തായാലും ജനപ്രിയമായ ഒരു ബജറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തരുന്ന ഒരു സൂചന ഇതാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തോമസ് ഐസക് രീതിയിലല്ല ഇദ്ദേഹത്തിൻ്റെ ഒരു രീതി. കുറെ കൂടി പ്രാക്ടിക്കലായി കാര്യങ്ങളെ സമീപിക്കുക എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ സമീപനം. പക്ഷേ ഏത് തരത്തിൽ ഇപ്പോൾ കേന്ദ്രം ഞെരുക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ പണം കണ്ടെത്തും എന്നതൊക്കെ ഒരു ചോദ്യമാണ്. പക്ഷേ ജനക്ഷേമ ബജറ്റ് എന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പ് അദ്ദേഹം നൽകുന്നുണ്ട്. അത് ഏതൊക്കെ തരത്തിൽ ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൂട്ടും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. വാഗ്ദാനം പ്രകടന പത്രികയിൽ അതിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണല്ലോ. അത്തരം മോഹം നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കണ്ട. 1750 പരമാവധി നിൽക്കും. 62 ലക്ഷം പേർക്ക് കൊടുക്കണം. ചെറിയ കാര്യമല്ലല്ലോ. ഇതിൽ സ്മൃതി ചിട്ടകളൊന്നും തെറ്റിച്ചിട്ടില്ല. ചില ചിട്ടകൾ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അറിയേണ്ടത് ബജറ്റ് സാധാരണ രീതിയിൽ കെ എൻ ബാലഗോപാലിന്റെ ബജറ്റ് വരുമ്പോൾ ഒരു കൺസർവേറ്റീവിസം ആ ബജറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പൊതുവെ ഉയരുന്ന ഒരു വിമർശനം. തോമസ് ഐസക്കിന്റെ ഒരു സ്റ്റൈലല്ല, അത്ര ഇന്നോവേറ്റീവ് അല്ല, വളരെ പ്രാക്ടിക്കലാണ് കെ എൻ ബാലഗോപാൽ. കിഫ്ബിയോടുമുള്ള ഒരു അദ്ദേഹത്തിന് അനുകൂല നിലപാടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കിഫ്ബി ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ടോളുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വിമർശനം ഉയരുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. റാഹീസ്, കൗതുകപൂർവ്വം നമ്മൾ കാത്തിരിക്കുന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, നേരത്തെ അജിത് സാർ സൂചിപ്പിച്ചതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഈ വികസനത്തിന് മൂലധന പദ്ധതികൾ ചെലവ് കൂടുമോ? കഴിഞ്ഞ തവണ 8% മറ്റോ ആയിരുന്നു. അതൊരു 15% ആക്കാതെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു പുഷ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അതേസമയം ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുമോ? പക്ഷേ ഇതിന് പണം എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളതാണ് പ്രശ്നം. അത് ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. അതിൻ്റെ അവസാനത്തെ വാചകം ഇങ്ങനെയാണ്. ആ വാചകമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ തീക്ഷ്ണമായ ഘട്ടത്തെ നാം അതിജീവിച്ചു തുടങ്ങുകയാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ കഴിയുന്നു എന്ന സന്തോഷ വർത്തമാനമാണ് ബജറ്റിന് മുന്നോടിയായി പങ്കുവയ്ക്കാനുള്ളത് എന്നാണ്.